എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, എല്ലാ ദിവസവും 2 വീഡിയോ ക്ലാസ്സും 3 ഷോർട്സും വെച്ചാണ് നമ്മുടെ ടീച്ചിങ് ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. LPUP കേറ്ററ്റ്, മെയിനായിട്ട് കേറ്ററ്റ് പരീക്ഷയാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല കോഴ്സാണ്. ഞാൻ വീണ്ടും പറയുന്നു, രാജേശ്വരി മിസ്സ്, ഞാൻ, വിശാഖ്. 90 മാർക്കാണ് അവിടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും ഉണ്ട്, എങ്കിലും ഹൈലൈറ്റ് എടുത്തു പറയേണ്ടത് ഈ 3 വിഷയങ്ങളാണ്. ഫുൾ മാർക്കും സ്കോർ ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കടമ്പ ഈസി ആയിട്ട് അതിജീവിക്കാൻ നിങ്ങൾക്ക് സഹായിക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പലരും കാണുന്നതല്ലാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ചെയ്യണം. ഗുണമുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നമ്മുടെ മെയിൻ ചാനൽ അറിയാമല്ലോ. നമുക്ക് 2 മാസമായില്ല, അതിനു മുമ്പ് തന്നെ 15,000-ഓളം പേരാണ് 2 മാസത്തിനുള്ളിൽ സബ്സ്ക്രൈബേഴ്സായിട്ട് നമുക്ക് വന്നത്. അത്രമാത്രം നല്ല ക്ലാസ്സുകളാണ് നമ്മൾ അതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കേറ്ററ്റ് കാറ്റഗറി 1 പരീക്ഷയുടെ 30 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. നമുക്കറിയാം, ഗ്രാമർ മൊത്തം ഉണ്ടായിരുന്നു. ഈ 30 ചോദ്യം എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രാമർ മേഖലയിൽ നിന്നും ചോദ്യം വരും. ആക്റ്റീവ് പാസീവ് വോയിസും റിപ്പോർട്ടർ സ്പീച്ചും എല്ലാം ചോദിക്കും, പ്രിപ്പോഷനും ഒക്കെ. അതുകൂടാതെ 10 മാർക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ബേസും കൂടെ ആയിക്കോട്ടെ ഈ ക്ലാസ്. ആദ്യത്തെ 10 ചോദ്യം റീഡിംഗ് കോംപ്രിഹെൻഷനെ ബേസ് ചെയ്താണ്. കാറ്റഗറി 1 ആയതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷനാണ്. 3 ക്വസ്റ്റ്യനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. കാറ്റഗറി 1-ൽ സിമ്പിളും, കാറ്റഗറി 2-ൽ ഒരു ആവറേജും, കാറ്റഗറി 3-ൽ ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് സമയം കളയണ്ട. എങ്ങനെയായിരിക്കും പരീക്ഷ, എങ്ങനെയായിരിക്കും 20 മാർക്കിൻ്റെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ? അന്ന് 121 മുതൽ 126 വരെ, എനിക്ക് തോന്നുന്ന 120, 21 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങളായിരുന്നു ഇംഗ്ലീഷ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒരു സിമ്പിൾ പാസേജ് ആണ്. 2-3 തവണ പാസേജ് വായിക്കുക, മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചോദ്യത്തിലേക്ക് പോവുക. ഓപ്ഷൻ ഉണ്ട്, എങ്കിലും മീനിങ് മനസ്സിലാകാതെ ചോദ്യത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. ഓൺ എ സണ്ണി സ്പ്രിംഗ് മോർണിംഗ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങളായിട്ട് ഒന്നും ചെയ്യണ്ട. ഒരു ഐഡിയ ഞാൻ മനസ്സിലാക്കി തരാം, ഞാൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു നല്ല സ്പ്രിംഗ് വസന്തകാലത്തിൽ എമിലി എന്ന് പറയുന്ന നമ്മുടെ നായിക വാക്ക്ഡ് ത്രൂ ദ സ്മാൾ പാർക്ക് നിയർ ഹർ ഹൗസ്. അവളുടെ വീടിന് സമീപമുള്ള പാർക്കിൽ കൂടെ നടക്കുകയായിരുന്നു. എൻജോയിങ് ദ വൈബ്രൻറ്റ് കളേഴ്സ് ഓഫ് ബ്ലൂമിങ് ഫ്ലവേഴ്സ്. മനോഹരമായ പൂക്കളെയൊക്കെ കണ്ട്, ആൻഡ് ദ ചിയർഫുൾ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്. കിളികളുടെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഷീ പോസ്റ്റ് ബൈ എ പോണ്ട്. ഒരു തടാകത്തിനടുത്തെത്തിയപ്പോൾ നിന്നു. വാച്ചിങ് ഡക്സ് ഗ്ലൈഡ് പീസ്ഫുള്ളി അക്രോസ് ദ വാട്ടർ. താറാവുകൾ നീന്തുന്നത് കണ്ടപ്പോഴാണ് അവിടെ നിന്നത്. ഷീ സാറ്റ് ഓൺ എ ബെഞ്ച്. അവിടെ ഒരു കസേരയിലിരുന്നു. ഷീ നോട്ടീസ്ഡ് ആൻ ഓൾഡർ വുമൺ നിയർ ബൈ സ്ട്രഗിളിംഗ് ടു ക്യാരി ഹെവി ബാഗ്സ് ഓഫ് ഗ്രോസറീസ്. ഒരു സ്ത്രീ ഭാരം ചുമക്കാൻ നന്നേ കഷ്ടപ്പെടുത്തുന്നത് കണ്ടു. വിതൗട്ട് ഹെസിറ്റേഷൻ, യാതൊരു മടിയും കൂടാതെ എമിലി ഗോട്ടപ്പ്. എമിലി എഴുന്നേറ്റു. ആൻഡ് ഓഫേർഡ് ഹെർ ഹെൽപ്പ്. അവർക്ക് സഹായ വാഗ്ദാനവുമായി എത്തി. ദ വുമൺ ഗ്രേറ്റ്ഫുൾ ഫോർ ഹെർ കൈൻഡ്നെസ്. ഇവരുടെ ദയ കണ്ട് നന്ദി തോന്നിയ അവർ ഷെയർഡ് സ്റ്റോറീസ് ഓഫ് ഹർ യൂത്ത് വിത്ത് എമിലി ആസ് ദേ വാക്ക് ടുഗദർ. രണ്ടുപേരും കൂടെ നടന്നു പോയപ്പോൾ അവരുടെ കുട്ടിക്കാലത്തെ കഥ അവർ എമിലിയോട് പറഞ്ഞു. സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പാസേജ് ആണ്. സോ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വേർഡ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എമിലീസ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ പാസേജ്? ഹെൽപ്ഫുൾ, റിസർവ്ഡ്, ഇംപേഷ്യൻ്റ്, ക്യൂരിയസ്. ക്യൂരിയസ് ആണ്, ബട്ട് ഇംപേഷ്യൻ്റ് അല്ല, റിസർവ്ഡും അല്ല. അവർ വളരെ ഓപ്പണാണ്. അവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഹെൽപ്ഫുൾ ആണ്. ആ സ്ത്രീയെ സഹായിച്ചു. വാട്ട് ഡിഡ് ദ ഓൾഡർ വുമൺ ഡു ആഫ്റ്റർ എമിലി ഹെൽപ്ഡ് ഹർ വിത്ത് ദ ബാഗ്സ്? സഹായിച്ചതിന് ശേഷം വന്ന സ്ത്രീ എന്ത് ചെയ്തു? നമുക്കറിയാം, ആ സ്ത്രീ അവരുടെ കുട്ടിക്കാലത്തെ കഥ അവരോട് പറഞ്ഞു. ഷീ ഡിക്ലൈൻഡ് എമിലീസ് ഹെൽപ്പ് എന്നാണ് കേട്ടോ. ഷീ വാക്ക്ഡ് അവേ ക്വയറ്റ്ലി. ഷീ ഷെയർഡ് സ്റ്റോറീസ് ഫ്രം ഹർ യൂത്ത്. ഇതാണ് കറക്റ്റ്. ഷീ ഗേവ് എമിലി എ ഫ്ലവർ. അതൊന്നും പറയുന്നില്ല, ഇതാണ് കറക്റ്റ്. അവരുടെ ചെറുപ്പത്തിലെ കഥ പറഞ്ഞു. വൈ ഡിഡ് എമിലി സ്റ്റോപ്പ് ബൈ ദ പോണ്ട്? എന്തിനാണ് എമിലി പോണ്ടിൻ്റെ തടാകത്ത് നിന്നത്? എന്താണ്? പെട്ടെന്ന് ആ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതിനകത്തുണ്ടോ എന്ന് നോക്കാം. ടു ഫീഡ് ദ ഡക്സ്. താറാവിന് തീറ്റ കൊടുക്കാൻ. റിലാക്സ് ആൻഡ് എൻജോയ് ദ സീനറി. ടു ടോക്ക് ടു ദ ഓൾഡർ വുമൺ. അല്ല, ഓൾഡർ വുമൺ പിന്നെ വന്നത്. ടു പിക്ക് ഫ്ലവേഴ്സ്. അതിനുമല്ല. ടു റിലാക്സ് ആൻഡ് എൻജോയ് ദ സീനറി. സീനറി എൻജോയ് ചെയ്യുകയായിരുന്നു അവരുടെ ഉദ്ദേശം. വാട്ട് സീസൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പാസേജ്? നല്ലോണം വായിക്കുമ്പോൾ മനസ്സിലാവും. ഓൺ എ സണ്ണി സ്പ്രിംഗ് മോർണിംഗ്. സ്പ്രിംഗ്, വസന്തകാലം. ദ ഫ്രേസ് വിത്തൗട്ട് ഹെസിറ്റേഷൻ, യാതൊരു മടിയും കൂടാതെ. അതെന്താണ് അർത്ഥമാക്കുന്നത്? തോട്ട് ഫോർ എ വൈൽ ബിഫോർ ഹെൽപ്പിംഗ് ദ വിമൻ.
കുറച്ചു നേരം ആലോചിച്ച് ഇന്നതിന് ശേഷമാണ് ആ സ്ത്രീയെ സഹായിച്ചത്. ഹെൽപ്ഡ് ഹർ ഇമ്മീഡിയറ്റ്ലി, വളരെ പെട്ടെന്ന് തന്നെ, യാതൊരു മടിയും കൂടാതെ പറഞ്ഞ് പെട്ടെന്ന് സഹായിച്ചു. വാസ് അൺഷ്യൂർ അബൌട്ട് ഹെൽപ്പിംഗ് ഹെർ, അവർക്ക് ഉറപ്പില്ലായിരുന്നു അവരെ സഹായിക്കണോ വേണ്ടായോ എന്ന്. ഹെസിറ്റേറ്റഡ് ബിഫോർ ഹെൽപ്പിംഗ് ഹെർ, സഹായിക്കുന്നതിന് മുമ്പ് മടി കാണിച്ചു. തെറ്റ്. ആൻസർ ഹെൽപ്ഡ് ഹർ ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് ഹെസിറ്റേഷൻ. ഹെസിറ്റേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മടി. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ്? എന്താണ് ഈ പാസേജിൻ്റെ മെയിൻ തീം? ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, ദ വാല്യൂ ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്, യൂത്ത് ആൻഡ് ഏജിങ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ്. വാല്യൂ ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ഗുണം അല്ലെങ്കിൽ ആ വാല്യൂ, അതിൻ്റെ വില, അതാണ്. നമുക്ക് ഗ്രാമർ ചോദ്യങ്ങളിലേക്ക് പോകാം. അതായത് 127 മുതൽ 180 വരെയുള്ള 23 ചോദ്യങ്ങൾ. 23 ചോദ്യങ്ങളാണ്. 24 ചോദ്യങ്ങൾ ഗ്രാമറിനകത്ത് വരുന്ന. 6 ചോദ്യങ്ങളായിരുന്നു റീഡിംഗ് കോംപ്രിഹെൻഷൻ. 10 വരെ ചോദിക്കാം. ഡെസ്പൈറ്റ് നോയിങ് ദ റിസ്ക് ഓഫ് ഷെയറിംഗ് പേഴ്സണൽ ഇൻഫർമേഷൻ ഓൺലൈൻ, റിയ ചൂസ് ടു ടേൺ എ ബ്ലൈൻഡ് ഐ ടു ദ ഡേഞ്ചേഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ. വാട്ട് ഡസ് ദിസ് മീൻ? മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഓരോ ക്വസ്റ്റ്യനും പറയാം, അത് ഏത് ടോപ്പിക്കാണെന്നും പറയാം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ടോപ്പിക്കിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ ബ്ലൈൻഡ് ഐ എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ആൾറെഡി പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. ആപ്പിൽ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ബ്ലൈൻഡ് ഐ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്ക് ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും അവനൊരു ബ്ലൈൻഡ് ഐയോടെ പെരുമാറി എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുത്തില്ല, ഇഗ്നോർ ചെയ്യുക എന്നാണ്. റിസ്ക് ഓഫ് ഷെയറിങ് പേഴ്സണൽ ഓൺലൈനിൽ പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിൻ്റെ റിസ്ക് അറിയാമായിരുന്നിട്ടും അവൾ ബ്ലൈൻഡ് ഐ ആയിട്ട് സോഷ്യൽ മീഡിയയുടെ ഡേഞ്ചറിനോട് പെരുമാറി എന്ന് പറഞ്ഞാൽ ഷീ അഡ്രസ്ഡ് ദ ഡേഞ്ചർ, ആ ഡേഞ്ചറിനെ അവൾ അംഗീകരിച്ചു. ഷീ ഇഗ്നോർഡ് ദ ഡേഞ്ചർ, ആ ഡേഞ്ചറിനെ അവൾ അവഗണിച്ചു. എക്സാജറേറ്റ്, പെരുപ്പിച്ച് കാണിച്ചു. ഷീ വാണ്ട് അതേഴ്സ് അബൌട്ട് ദ ഡേഞ്ചർ, മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. കറക്റ്റ് അല്ല. ഇതാണ് ബ്ലൈൻഡ് ഐ എന്ന് പറഞ്ഞാൽ അന്ധമായ കണ്ണ് എന്ന് പറഞ്ഞ അർത്ഥം. യാതൊരു ശ്രദ്ധയും കൊടുത്തില്ല. ഏത് ടോപ്പിക്കാണെന്നറിയാമോ? ഇഡിയംസ് ആൻഡ് ഫ്രേസ്, വൊക്കാബുലറി. ഐ എൻജോയ് ബോത്ത് റീഡിങ് ആൻഡ് ഡ്രോയിങ്, എനിക്ക് റീഡിങ്ങും ഡ്രോയിങ്ങും ഇഷ്ടമാണ്. ദേ ആർ മൈ ഫേവറിറ്റ് ഡാഷ്. റീഡിങ്ങും ഡ്രോയിങ്ങും ഹോബിയാണ്. അപ്പോൾ ദേ ആർ മൈ ഫേവറിറ്റ് ഹാബിറ്റ്സ്, ഹോബീസ്. ടാസ്ക് വരത്തില്ല, സിംഗുലറാണ്. ഡ്യൂട്ടീസ്, ഇതിലേതാ? ഹോബീസാണ്. ഡ്രോയിങ്ങും റീഡിങ്ങും ഹാബിറ്റ്സും ടാസ്ക്സും ഡ്യൂട്ടീസും ഒന്നുമല്ല, അത് ഹോബീസാണ്. ഏത് ടോപ്പിക്കാണെന്ന് ചോദിച്ചാൽ ഇതൊരു സിമ്പിൾ വൊക്കാബുലറി ടോപ്പിക്, അങ്ങനെ പറയാം. ഒരു സിനോണിം, അത്രയേ ഉള്ളൂ. വിച്ച് വേർഡ് ഈസ് ഓപ്പോസിറ്റ് മീനിങ് എക്സ്പാൻഡ്? എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ വികസിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് പഠിച്ചോണം. കോൺട്രാക്റ്റ്, ചുരുങ്ങുക. എക്സ്പാൻഡ് വികസിക്കുക, കോൺട്രാക്റ്റ് ചുരുങ്ങുക, ഇതാണ് ശരി ഉത്തരം. എക്സ്റ്റെൻഡ് അല്ല, എൻലാർജ് അല്ല, ഇൻക്രീസ് അല്ല, അത് വലുതാകുക എന്ന്. എക്സ്പാൻഡ് എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ്, സിനോണിം അല്ല, ആൻറ്റോണിം, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് വേർഡ് മീൻസ് ദ സെയിം ആസ് വെരി ലാർജ്? സിനോണിമാണ്. വളരെ വലുത് എന്നർത്ഥം വരുന്ന വാക്ക് ഹ്യൂജ്, വളരെ വലുത്. വെരി ബിഗ് എന്നാണ് അർത്ഥം. നോർമൽ അല്ല, ബ്യൂട്ടിഫുൾ അല്ല, ടൈനി, വളരെ ചെറുതെന്ന. ഹ്യൂജിൻ്റെ ഓപ്പോസിറ്റ് ആണ് ടൈനി, അത് പഠിച്ചു. വളരെ ചെറുത്, വളരെ വലുത്. സിനോണിമാണ്. ഓക്കെ, വൊക്കാബുലറി. അടുത്ത, ദ ടീച്ചർ ആസ്ക്ഡ് ഹർ സ്റ്റുഡൻസ് ടു ഡാഷ് ദെയർ അസൈൻമെൻറ്റ്സ് ബൈ ദ എൻഡ്. റിപ്പോർട്ടർ സ്പീച്ച് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ആണെന്ന് പറയാം. ടു എന്ന് പറയുന്ന വാക്കിന് ശേഷം എപ്പോഴും വെർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കണം. എസ് ഉള്ള വെർബ് വേണ്ട, ING വേണ്ട, പാസ്റ്റ് വേണ്ട, സബ്മിറ്റിങ് വേണ്ട, സബ്മിറ്റഡ് വേണ്ട, സബ്മിറ്റ്സ് വേണ്ട. സബ്മിറ്റ്, ടു കം, ടു ഗോ, ടു ഈറ്റ്, ടു പ്ലേ. ടോപ്പിക്കിൻ്റെ പേര് ഇൻഫിനിറ്റീവ്, ടു ഇൻഫിനിറ്റീവ്. നെക്സ്റ്റ്, 10,000 saw I at a glance ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. വില്യം വേർഡ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ് എന്ന് പറയുന്ന കവിതയിലെ ഒരു ലൈനാണ്, ഒറ്റ നോട്ടത്തിൽ ഞാൻ 10,000 കണ്ടു. ഡാഫോഡിൽസ് പുഷ്പങ്ങളെ കണ്ട കാര്യം പറയാം. ഇങ്ങനെ തള്ളിപ്പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചിനെ വിളിക്കുന്ന പേര് ഹൈപ്പർബലെ എന്നാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തള്ളൽ, ഹൈപ്പർബലെ. ആൻസർ ഹൈപ്പർബലെ, തള്ളിപ്പറയുക. സാധാരണയേക്കാൾ ഇപ്പോൾ കരഞ്ഞ് കരഞ്ഞ് കടലായെന്ന് പറയത്തില്ല, എല്ലാവരും കൂടി ഇരുന്ന് മുക്കിക്കരഞ്ഞാലും കടലൊന്നും ആവത്തില്ല. അപ്പോൾ അങ്ങനെ തള്ളിപ്പറയുന്നതിനെയാണ് ഹൈപ്പർബലെ എന്ന് പറയുന്നത്. സിമിലി എന്ന് പറഞ്ഞാൽ ഉപമയാണ്, ആസും ലൈക്കും ഓർത്താൽ മതി. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്, എൻ്റെ പ്രേമം ഒരു ചുവന്ന റോസാ പുഷ്പത്തെ പോലെയാണെന്ന് പറയുമ്പോൾ സിമിലിയാണ്. മനസ്സിലായോ? എന്നാൽ മെറ്റഫർ എന്ന് പറഞ്ഞാൽ മൈ ലവ് ഈസ് എ റെഡ് റെഡ് റോസ്, ലൈക്കും ആസും പറയത്തില്ല. എൻ്റെ പ്രേമം ഒരു റോസാ പുഷ്പമാണ്. ഈസും ആമും ആറും വാസും വേറും ഒക്കെ വരുമ്പോഴാണ് മെറ്റഫർ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ റെപ്പറ്റീഷൻ വരണം, കൺസണൻ സൗണ്ട്, വ്യഞ്ജനാക്ഷരം ആവർത്തിച്ച് വരണം. ഇപ്പോൾ ഉദാഹരണത്തിന് റൈമിംഗ് വേർഡ് പോലെ ഒരു ലൈനിൽ വരണം. ലൈക്ക്, ലവ്, ലാല. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ലൈക്ക്, ലവ്, അതുപോലെ തന്നെ വേറൊരെണ്ണം പറയൂ. ഹോഴ്സ്, ഹൂഫ്, ഹാ ഹാ. കണ്ടോ? ലൈറ്റ് ഓഫ് ലവ്, ലൈറ്റും ലവും, ലാല, ഇങ്ങനെ വരുന്ന പേരാണ് അലിട്രേഷൻ. ഓക്കെ,
അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് ഞാൻ ചെയ്തു തരാം, പേടിക്കേണ്ട. ഫിഗർ ഓഫ് സ്പീച്ച് 2 എണ്ണം ചോദിച്ച്, എല്ലാ പരീക്ഷയ്ക്കും ഫിഗർ ഓഫ് സ്പീച്ച് ചോദിച്ചു. ഹി ഹാർഡലി കംസ് ടു ദ ഓഫീസ് ദീസ് ഡേയ്സ്. ക്വസ്റ്റ്യൻ ടാഗ്. കംസ് സെൻറ്റൻസിൽ സഹായകര ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഡസ്. കംസ് എസ് വരുന്ന വെർബാണെങ്കിൽ ഡസ്. സെൻറ്റൻസ് നെഗറ്റീവാണ്. ഹാർഡലി വന്നാൽ സെൻറ്റൻസ് നെഗറ്റീവ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഹി, ഡസ് ഹി. ഓക്സിലറി വെർബ് പ്ലസ് പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോം. സഹായകര ഇല്ലാത്തതുകൊണ്ട് കംസിൽ നിന്ന് ഡസ് കിട്ടി. ഹാർഡലി കണ്ടപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ ടാഗിനകത്ത് ഇൻഡ് ചേർക്കേണ്ട, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഹി എഴുതി, ഡസ് ഹി. ആൻസർ ഡസ് ഹി. ക്വസ്റ്റ്യൻ ടാഗ്, ടോപ്പിക്കിൻ്റെ പേര് ക്വസ്റ്റ്യൻ ടാഗ്. എ പേഴ്സൺ ഹു നറേറ്റ്സ് ഓർ റൈറ്റ്സ് ദെയർ ഓൺ ലൈഫ് സ്റ്റോറി ഈസ് വർക്കിംഗ് ഓൺ. വൺ വേർഡ്. സ്വന്തം കഥ എഴുതുന്നതിനെ എന്ത് വിളിക്കുന്നു? സ്വന്തം കഥ. ഒരുത്തൻ അവനവൻ എൻ്റെ കഥ. ഞാൻ എൻ്റെ കഥ എഴുതിയാൽ അത് ഓട്ടോബയോഗ്രഫി. എന്നാൽ നിങ്ങൾ എൻ്റെ കഥ എഴുതിയാൽ അത് ബയോഗ്രഫി. ഷോർട്ട് സ്റ്റോറി. ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഇതിഹാസം എന്നാണ് അർത്ഥം. ലെജൻഡ്, ഇതിഹാസം. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? ലെജൻഡറി എന്ന് പറഞ്ഞാൽ ഐതിഹ്യം എന്നാണ്. ഐതിഹ്യം, കറക്റ്റ്. ഞാൻ എൻ്റെ കഥ എഴുതിയ ഓട്ടോബയോഗ്രഫി, നിങ്ങൾ എൻ്റെ കഥ എഴുതിയ ബയോഗ്രഫി. ഇവിടെ ഉത്തരം ഓട്ടോബയോഗ്രഫിയാണ്. നെക്സ്റ്റ് വൺ വേർഡാണ്. വൺ വേർഡ് ടോപ്പിക് വൊക്കാബുലറി ആണ്. ദ ഷെഫ് വാസ് പ്രിപ്പയറിങ് എ ഡെലീഷ്യസ് മീൽ. പാസീവ് വോയിസാ. എ ഡെലീഷ്യസ് മീൽ എന്നും പറഞ്ഞ് തുടങ്ങാൻ. അങ്ങനെ ദ ഷെഫ് വാസ് പ്രിപ്പയറിങ് എ ഡെലീഷ്യസ് മീൽ. എ ഡെലീഷ്യസ് മീൽ എന്നും പറഞ്ഞ് തുടങ്ങാൻ. അതായത് ഒബ്ജക്റ്റ് തുടങ്ങാൻ. ഒബ്ജക്റ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസ് ആക്കാൻ, ആക്റ്റീവിനെ പാസീവ് ആക്കാൻ. എളുപ്പമാർഗം പറഞ്ഞുതരാം. ING വന്നാൽ ബീയിങ് വരും. പാസീവ് വോയിസിൽ ബീയിങ് വരും. ബീയിങ് വരുന്ന ഏതാണെന്ന് നോക്കിയാൽ മതി. ഈസ് പ്രിപ്പയർഡ്, ഹാസ് പ്രിപ്പയർഡ്, ഹാഡ് ബീൻ പ്രിപ്പയർഡ്, വാസ് ബീയിങ് പ്രിപ്പയർഡ്. ING വന്നാൽ പാസീവ് വോയിസിൽ ബീയിങ് വരും. അത് മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ ഉത്തരം കിട്ടാൻ. കണ്ടോ, ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് ഉത്തരം എഴുതാം. നെക്സ്റ്റ് ആക്റ്റീവ് പാസീവ് വോയിസ് ചോദിച്ചാണ്ടോ? ഗ്രാമർ എല്ലാം ഉണ്ട്. ഗ്രാമർ സെറ്റാക്കാം. 30 മാർക്ക് ഞാൻ ഉറപ്പുവരുത്തി. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചതാണ്. നിങ്ങളിങ്ങ് വന്നാൽ മതി. ഇതുപോലാണ് പിന്നെ എന്താണ്, നമുക്ക് സൈക്കോളജി ഓക്കെയാണ്, മാത്സ് വിശാഖ് സാർ ഓക്കെയാണ്. നിങ്ങൾ ജോയിൻ ചെയ്യൂ. ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ലൈവിലൂടെയാണ്. ആഫ്റ്റർ ദ ലോങ് വാക്ക് ദേ റെസ്റ്റഡ് ഡാഷ് ദ ഷെയ്ഡ് ഓഫ് എ ലാർജ് ട്രീ. ആഫ്റ്റർ ദ ലോങ് വാക്ക് ദേ റെസ്റ്റഡ്. അണ്ടറാണ് വരേണ്ടത്. പക്ഷേ അണ്ടർ ഇല്ലാത്തതുകൊണ്ട് ഓണ്, ബൈ, അറ്റ്, ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ലാർജ് ട്രീ. മരത്തിൻ്റെ തണലിൽ ഇരുന്നു. വൺ ഷുഡ് സിമ്പതൈസ് ഡാഷ് ദ പുവർ. പ്രിപ്പോഷനാണ്. ഓക്കെ, മുമ്പിലത്തെ ഏത് ഗ്രാമർ ആയിരുന്നു? ഇത് പ്രിപ്പോസിഷൻ. പ്രിപ്പോഷൻ ഒത്തിരി ചോദിച്ച്. സിമ്പതൈസ്, സിമ്പതി എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ ഞാൻ ഈ പറയുന്ന ടിപ്പ് ഓർത്ത് വെക്കണം. സിമ്പതി വന്നാൽ 4. സിമ്പതറ്റിക് ആണെങ്കിൽ എഴുതി വെച്ചോണേ. സിമ്പതറ്റിക് ആണെങ്കിൽ 2. സിമ്പതൈസ്ഡ് ആണെങ്കിൽ വിത്ത്. ഓക്കെ, സിമ്പതി 4, സിമ്പതറ്റിക് 2, സിമ്പതൈസ്ഡ് വിത്ത്. ആൻസർ സിമ്പതൈസ് ആണ്. ആൻസർ വിത്ത്. ഇതൊന്ന് പഠിച്ചു വെച്ചു. ഇതൊക്കെ ഞാൻ ടിപ്സ് പറഞ്ഞു കൊടുത്ത് എത്ര തവണ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം കേറ്ററ്റ് പാസ്സായി. എ പേഴ്സൺ ഹു സ്റ്റഡീസ് പാസ്റ്റ് ആർട്ടിഫാക്ട്സ് ആൻഡ് റിമെയിൻസ്. പുരാവസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന ആളെ ആർക്കിയോളജിസ്റ്റ്. ആർക്കിയോളജിസ്റ്റിൻ്റെ സ്പെല്ലിങ് നോക്കണം. AE. അത് സ്പെല്ലിങ്ങും ചോദിക്കും. ബയോളജിസ്റ്റ് അല്ല. ലിംഗ്വിസ്റ്റിക് ഭാഷയെക്കുറിച്ച് പഠിക്കും. ലാംഗ്വേജ് എക്സ്പെർട്ട്. അസ്ട്രോണമർ അറിയാമല്ലോ, നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. സ്റ്റാർസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ. അഭിപ്രായം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. യൂണിവേഴ്സൽ ട്രൂത്ത്. വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. സയൻറ്റിഫിക് ട്രൂത്ത്. ദെയർ ആർ 7 ഡേയ്സ് ഇൻ എ വീക്ക്. ഫാക്റ്റ്. ഒരാഴ്ച 7 ദിവസം. ഷീ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ സ്കൂൾ. അഭിപ്രായം. അവരെക്കുറിച്ച് അഭിപ്രായം പറയൂ. ഇത്ര സിമ്പിളാന്ന് നോക്കിയേ. ടെൻസാണ്. വെൻ നൈനിക ഡിസൈഡ് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് അറ്റ് ദ 11th hour, ഷീ ഈസ് അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ്. 11ാം മണിക്കൂർ. നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, 11ാം മണിക്കൂർ. നാടകത്തിന് രാജാവായിട്ട് അഭിനയിക്കുന്നു. നമ്മുടെ റോള് വരുമ്പോൾ നമ്മളവിടെ കിടന്ന് കിരീടം അന്വേഷിക്കുക. അപ്പോൾ സംവിധായകൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കും, ഈ 11ാം മണിക്കൂർ ആണോടാ നീയൊക്കെ കിരീടം അന്വേഷിക്കുന്നത്, പോയി കയറടാന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് റഷ്, അതിനെയാണ് പറയുന്നത്. ലാസ്റ്റ് മൊമെൻറ്റ്, അവസാന നിമിഷം. നിങ്ങളുടെയൊക്കെ പഠിത്തം നോട്ടിഫിക്കേഷൻ വന്ന് ഡേറ്റും വന്നാലേ ചിലർ പഠിക്കാൻ തുടങ്ങത്തുള്ളൂ. ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ ടു ബൈ ഡാഷ് എഗ്സ് ആൻഡ് ബ്രെഡ്. സൂപ്പർ ചോദ്യം. എഗ്സ് എണ്ണാൻ പറ്റുന്നതാണ്, കൗണ്ടബിളാണ്. എണ്ണാൻ പറ്റുന്ന വാക്കാകുമ്പം മച്ച് വരത്തില്ല. മെനി പറയൂ. ഒരുപാട് എഗ്ഗും ബ്രെഡും മേടിക്കാൻ വേണ്ടി പോയെന്ന് പറയൂ. ഇല്ല, കുറച്ച്. സം. ആൻസർ സം എഗ്സ് ആൻഡ് ബ്രെഡ്. അവൾ പോയത് കുറച്ച് എഗ്ഗും
കുറച്ച് സം കൗണ്ടബിളിൻ്റെയും അൺകൗണ്ടബിളിൻ്റെയും കൂടെ ഉപയോഗിക്കാം. സം വാട്ടർ എന്നും പറയാം, സം എഗ്സ് എന്നും പറയാം. ദ മൗണ്ടൻ പീക്ക് വാസ് ഡാഷ് കവേർഡ് ഇൻ സ്നോ. ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവാണ്. അതിൻ്റെ ആഡ് വെർബ ബ്യൂട്ടിഫുള്ളി. ഇവിടെ എന്തായാലും ആഡ് വെർബാണ് വേണ്ടത്. എങ്ങനെ കവർ ചെയ്യപ്പെടുന്നു? കവേർഡ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ ബ്യൂട്ടിഫുള്ളി. ഇപ്പം ബ്യൂട്ടിയും ബ്യൂട്ടിഫൈയോ, ബ്യൂട്ടി നൗണാ, സൗന്ദര്യം. ബ്യൂട്ടിഫൈ എന്ന് പറഞ്ഞാൽ വെർബാ. ഇപ്പം സിറ്റി ബ്യൂട്ടിഫൈ ചെയ്യുന്നു, മനോഹരമാക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളത് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മളതിനെ സുന്ദരമാക്കുന്നു, വീട് പെയിൻറ്റ് ചെയ്ത് ബ്യൂട്ടിഫൈ ചെയ്യുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ബ്യൂട്ടിഫുള്ളി, മനോഹരമാം വിധം. അതാണ് അഡ്ജക്റ്റീവ് ആഡ് വെർബ. ടോപ്പിക്കിൻ്റെ പേര് പാർട്സ് ഓഫ് സ്പീച്ച്, അഡ്ജക്റ്റീവ് ആഡ് വെർബ്. ഇത് നോക്ക്, ഇഫ് യു ആർ അണ്ടർ ദ വെതർ. എന്തോ അണ്ടർ ദ വെതർ എന്ന് പറഞ്ഞ അർത്ഥം. അണ്ടർ ദ വെതർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ വിഷമം ഉണ്ടെന്ന്, നമുക്കെന്തോ അസുഖം ഉണ്ടെന്ന്. ഫീലിംഗ് ഇൽ, ഫീലിംഗ് റിഫ്രഷ്ഡ്, എൻജോയിങ് ഗുഡ് ഹെൽത്ത്, വെരി ബിസി. ഫീലിംഗ് ഇൽ, അസുഖം. അണ്ടർ ദ വെതർ. വി വിൽ സ്റ്റേ ഇൻഡോർസ്. ഡാഷ് സ്റ്റോപ്സ് റെയിനിങ്. ഡാഷ് ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. നമ്മൾ മഴ തീരുന്നത് വരെ അകത്തിരിക്കും. വൈൽ പറ്റത്തില്ല. ആൾദോ എന്നിരുന്നാലും പറ്റത്തില്ല. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ. അണ്ടിൽ വരെ. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ. ആൾദോ എന്നിരുന്നാലും. ആൻസർ കിട്ടി. വി വിൽ സ്റ്റേ ഇൻഡോർസ് അണ്ടിൽ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. വരെ. ടോപ്പിക്കിൻ്റെ പേര് കൺജങ്ഷൻ. എന്തോ എല്ലാ ഗ്രാമറും ചോദിച്ച്. ഐ റെയർലി ഡാഷ് കോഫി ഇൻ ദ മോർണിംഗ്. ഇംഗ്ലീഷിൻ്റെ സ്പെഷ്യൽ ഒരു ബാച്ച് ഉണ്ട് കേട്ടോ. 2 മാസം കൊണ്ട് ഇംഗ്ലീഷ് മൊത്തം പഠിച്ചെടുത്താൽ 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിച്ചാൽ. ഐ റെയർലി ഡാഷ് കോഫി ഇൻ ദ മോർണിംഗ്. റെയർലി വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ടൈം വേടാ. സിമ്പിൾ പ്രസൻറ്റിനകത്ത് ഉപയോഗിക്കുന്ന വെർബ് V1 ആണ്. V1 എന്ന് പറഞ്ഞാൽ ഈറ്റും ഈറ്റ്സും രണ്ടും വരാം. ഗോയും ഗോസും രണ്ടും വരാം. ഇങ്ങനെയുള്ള വെർബുകളാണ് സിമ്പിൾ പ്രസൻറ്റ്. ഇവിടെ ഡ്രിങ്ക്സും വരാം, ഡ്രിങ്കും വരാം. ഡ്രിങ്കിങ്ങും ടു ഡ്രിങ്കും വരത്തില്ല. ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഡ്രിങ്ക്. ഡ്രിങ്ക്സ് എന്ന് പറയത്തില്ല. ഐ ലവ് എന്നാണോ പറയുന്നത്? ഐ ലവ് യു എന്നാണോ? ഐ ലവ്സ് യു എന്നാണോ? ഐ ലവ് യു. അപ്പോൾ ഐ ഡ്രിങ്ക്, ഐ ഹോപ്പ്, ഐ പ്ലേ. നെക്സ്റ്റ്, ദ ന്യൂ എംപ്ലോയി ഈസ് വെരി എന്തൂസിയാസ്റ്റിക് അബൌട്ട് ഹർ വർക്ക്. ഡാഷ് ഷീ ലാക്സ് എക്സ്പീരിയൻസ്. പുതിയ ജോലിക്കാരി ഭയങ്കര താല്പര്യമാണ് ജോലി ചെയ്യാൻ, പക്ഷേ അവൾക്ക് എക്സ്പീരിയൻസ് കുറവാണ്. അപ്പോൾ 2 കോൺട്രാസ്റ്റിംഗ് ഐഡിയ. പക്ഷേ വരണം. സോ അതുകൊണ്ട് ആഡിങ്, ആൻഡ് ആഡിങ്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ അതല്ല. ബട്ട് കോൺട്രാസ്റ്റിംഗ് വരാൻ ബട്ട. പക്ഷേ അവൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. താല്പര്യമുണ്ട്, എക്സ്പീരിയൻസ് ഇല്ല. ഇൻ ഹർ പ്രസൻറ്റേഷൻ ഹണി മാനേജ്ഡ് ടു പുട്ട് അക്രോസ് ഹർ പോയിന്റ് വെരി വെൽ. ഷി വാസ് ഏബിൾ ടു ഡാഷ്. അതായത് പ്രസൻറ്റേഷനിൽ അവളുടെ ഐഡിയാസ് പുട്ട് അക്രോസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്തു. പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം ഫാസ്റ്റ്. അവൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് അർത്ഥം. എങ്ങനെ? കീപ്പ് ഹർ പോയിന്റ് ടു ഹെർ സെൽഫ്. എക്സ്പ്രസ് ദ പോയിന്റ് ക്ലിയർലി. വളരെ വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഹൈഡ് ഹർ ഫീലിങ്സ്. ഒളിപ്പിച്ചു. കൺഫ്യൂസ് എവരി വൺ. അതൊന്നുമല്ല. അവൾ പുട്ട് അക്രോസ് ഹർ ഐഡിയാസ് വെരി വെൽ എന്ന് പറഞ്ഞ അർത്ഥം അവളുടെ ഐഡിയാസ് നല്ല സുന്ദരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ടോപ്പിക്ക് ഇഡിയംസ് ആൻഡ് ഫ്രേസ്. അല്ല, ഫ്രേസൽ വെർബ് പുട്ട് അക്രോസ്. ഷി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 5 years. പ്രിപ്പോസിഷൻ. ഹാസ് ബീൻ വർക്കിംഗ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന ഫോറും സിൻസും. സിൻസ് വരുന്ന കൃത്യമായ സമയമാണ്. സിൻസ് 1945. സിൻസ് 2 o'clock. ഇങ്ങനെ വരുന്നത്. എന്നാൽ 4 കാലയളവാണ്. ഫോർ 2 years. കാലയളവ് പറയുമ്പോൾ 4 ആൻസർ 4. 5 years കാലയളവാണ്. റിയ സോൾഡ് ദ കോംപ്ലക്സ് പസിൽ ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് സേയിങ് ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. ഇഡിയംസ് എത്ര എണ്ണം ചോദിച്ചു നോക്കിയ? പീസ് ഓഫ് കേക്ക്. വളരെ നിസ്സാരം. അതാണ് പീസ് ഓഫ് കേക്ക്. എനിക്കിതൊരു പീസ് ഓഫ് കേക്കാണ് എന്ന് പറഞ്ഞാൽ എനിക്കിതൊന്നുമല്ല. വെരി ഈസി. ഹെർ വോയിസ് വാസ് ആ സോഫ്റ്റ് ആസ് സിൽക്ക്. ആസ് ആസ് ഞാൻ പറഞ്ഞില്ല. ആസും ലൈക്കും വന്നാൽ ഏത് ഫിഗറോസ്? 2 ഫിഗറോ സ്പീച്ച് ചോദിച്ചു. കണ്ടോ? എന്തുവാ അത്? സിബിലി. മെറ്റഫർ വേറെ. ഹൈപ്പർബലെ നമ്മൾ പറഞ്ഞ തള്ളൽ. 10,000 സോ അറ്റ് എ ഗ്ലാൻസ്. ഐറണി വിരോധാഭാസോ, ഓപ്പോസിറ്റ് ഫാക്റ്റുകൾ പറയുന്നതിന്. മൈ ഡിയർ ഫ്രണ്ട്സ്, 30 ചോദ്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് 30 ഞാൻ അത്ര സിമ്പിളായിട്ട് പഠിപ്പിച്ച് വിട്ടതാണ്. അത്രമേൽ സിമ്പിളാണ്. നിങ്ങൾ പഠിച്ച് നല്ല ട്രെയിനിങ് കിട്ടിയാൽ നിങ്ങൾക്ക് സാധിക്കും. സോ ചലഞ്ചർ ആപ്പിൽ എല്ലാ കോഴ്സുകളും ഉണ്ട്. ചരിത്രത്തിൽ ഏറ്റവും വലിയ അഡ്മിഷനാണ് നമുക്ക് കഴിഞ്ഞ 31-ാം തീയതി വന്നത്. അതായത് ഈ ലാസ്റ്റ് ഇയർ എൻഡിൽ വന്നത്. അത്രമാത്രം ഉദ്യോഗാർത്ഥികൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇത്രമാത്രം കോഴ്സുകൾ നമുക്കുണ്ട്.
കേറ്ററ്റ് ഏറ്റവും ഗംഭീരമായിട്ട് ഞാൻ ഉറപ്പ് തരുന്നു. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. സെറ്റാവും. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും 2 വീഡിയോ വെച്ച് ഇനി അവൈലബിൾ ആയിരിക്കും. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യണം ക്ലാസ്സിനെക്കുറിച്ച്. ഇപ്പോഴാണ് കമൻറ്റൊക്കെ തുടങ്ങിയത്. നമുക്ക് ചാനൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷേ അത് ഉണർത്തിയെടുക്കും. അത് പെട്ടെന്ന് തന്നെ 100K ആക്കാനുള്ള ശ്രമമാണ്. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർക്കെ തഴവ.